ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. റോഡരികിലെ മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി തോട്ടിലിട്ടത് നീരൊഴുക്കിന് തടസ്സമാവുന്നു. മൊകേരി വള്ളിയായി മക്കൻകാവ് റോഡിന് സമീപത്താണ് മാസങ്ങൾക്ക് മുമ്പ് മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടി തോട്ടിൽ നിക്ഷേപിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും തോട്ടിൽ നിന്നും ഇവ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപകട ഭീഷണിയായതിനെ തുടർന്നാണ് റോഡരികിൽ പൊതുസ്ഥലത്തെ 2 മരങ്ങളുടെ ശിഖരങ്ങൾ 4 മാസം മുമ്പ് വെട്ടിമാറ്റിയത്. വെട്ടിയ ശിഖരങ്ങൾ പൂർണ്ണമായും ഇതിലൂടെ കടന്നുപോകുന്ന കരിമ്പാറ തോട്ടിലാണ് ഇട്ടത്. ഇതുകാരണം തോട്ടിലെ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയാണ്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കുൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും ഇവ നീക്കം ചെയ്തിട്ടില്ല. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം റോഡിലൂടെ ഒഴുകി പോകുന്ന അവസ്ഥയായിരുന്നു. വള്ളിയായി കരിമ്പാറത്തോട് മൊകേരി പഞ്ചായത്തിൽ നീർത്തട വികസന പദ്ധതിയിൽപ്പെട്ട തോടാണ്. ആ തോട്ടിൽ ഇവിടെ ഒരു ഓവുപാലമുണ്ട്. അതിന് ശക്തമായ നീരൊഴുക്ക് ഉണ്ടാകുന്നതാണ് വർഷത്തിൽ. അതിന് തടസ്സമായിട്ട് PWD ആൾക്കാർ മരം മുറിച്ചിട്ട് തോട്ടിലേക്ക് ഇടുകയുണ്ടായത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല സ്ഥലത്തും മെമ്പർമാർ മുതൽ ആന്തരവും PWD ആയിട്ടും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ബ്ലോക്കായിട്ട് പൂർണ്ണമായിട്ടും റോഡ് മേലോട്ടിയാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നീരൊഴുക്ക് നിലച്ച നിലയിലാണ്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത കടകളിലും മറ്റ് റോഡുകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതിന് നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കാലവർഷം ആരംഭിക്കാനിരിക്കെ എത്രയും വേഗം തോട്ടിൽ നിന്നും മരത്തിന്റെ ശിഖരങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.